നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അറബ് രാഷ്ട്ര തലവന്മാരുടെ സംഗമത്തിന് വേദിയായി UAE. മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് അബുദാബിയിൽ രാഷ്ട്രതലവന്മാർ യോഗം ചേർന്നത്. അബുദാബി സാദിയാത്ത് ദ്വീപിലാണ് കൂടിക്കാഴ്ച നടന്നത്. UAEക്ക് പുറമെ ഖത്തർ, ഒമാൻ, ബഹ്റിൻ, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ നേതാക്കന്മാരാണ് അബുദാബിയിൽ യോഗം ചേർന്നത്. UAE പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സഹകരണവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗം വിളിച്ചത്. UAEയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി, ഒമൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ സിസി എന്നിവരെ UAE പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. അബുദാബി സാദിയ ദ്വീപിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. മേഖലയിലെ സമൃദ്ധിയും സ്ഥിരതയും എന്ന തലക്കെട്ടിൽ നടന്ന യോഗത്തിലൂടെ വികസനത്തിന് സഹായിക്കുന്ന വിവിധ മേഖലകളിൽ സഹകരണം ഏകീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് പ്രധാനമായും യോഗം ലക്ഷ്യമിട്ടത് എന്ന് UAE വാർത്താ ഏജൻസിയായ WOM റിപ്പോർട്ട് ചെയ്തു. രാഷ്ട്രീയമായും സാമ്പത്തികമായും മേഖല നേരിടുന്ന വെല്ലുവിളികളെയും സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സമാനമായ യോഗം ഈജിപ്തിൽ ചേർന്നിരുന്നു. 24 അബുദാബി. കോവിഡ് പ്രതിരോധത്തിന് സൗദി അറേബ്യ പുറത്തിറക്കിയ തവക്കൽന ആപ്പിൽ തത്സമയ ചാറ്റ് സേവനം ആരംഭിച്ചു. രാജ്യത്തെ പൗരന്മാർക്കും വിദേശികൾക്കും കൂടുതൽ സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സൗകര്യമെന്ന് അധികൃതർ അറിയിച്ചു. 2020 കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായാണ് തവക്കൽന മൊബൈൽ ആപ്പ് സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി വികസിപ്പിച്ചത്. കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന വിവരം വിശകലനം ചെയ്താണ് തവക്കൽന സേവനം തുടങ്ങിയത്. എന്നാൽ സർക്കാരുമായുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനായി വികസിപ്പിച്ചു. വാക്സിൻ അപ്പോയിന്റ്മെന്റ്, പവർ ഓഫ് അറ്റോർണി, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, ഹെൽത്ത് പാസ്പോർട്ട്, ഡിജിറ്റൽ ID, പബ്ലിക് വയലേഷൻ, വിവിധ വകുപ്പുകളിലെ അപ്പോയിന്റ്മെന്റുകൾ, ഹജ്ജ്, ഉംറ പെർമിറ്റ് എന്നിവയുൾപ്പെടെ 28ലധികം സേവനങ്ങൾ തവക്കൽന ആപ്പുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് തവക്കൽന സേവനങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉൾപ്പെടെയുള്ളവ തത്സമയ ചാറ്റ് വഴി ലഭ്യമാക്കുന്നത്. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. 3D സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ മസ്ജിദ് ദുബായിൽ നിർമ്മാണത്തിനൊരുങ്ങുന്നു. ബർദുബായിലായിരിക്കും മസ്ജിദ് നിർമ്മിക്കുക. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും 2025 മസ്ജിദ് തുറന്നുകൊടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികൾ കൊണ്ടും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഏറ്റവും ആദ്യം നടപ്പാക്കിയും എന്നും ലോകത്തിനെ വിസ്മയിപ്പിക്കുന്ന ദുബായിൽ മറ്റൊരു മനോഹര നിർമ്മിതിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അധികൃതർ. നിർമ്മാണ രംഗത്തെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മസ്ജിദ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ്. ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ മസ്ജിദ് 2000 ചതുരശ്ര അടി വിസ്തൃതിയിൽ വനിതകൾ ഉൾപ്പെടെ 600 പേർക്ക് ഒരേ സമയം പ്രാർത്ഥന നിർവഹിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ നിർമ്മിതിയായിരിക്കും ഇതെന്ന് ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വകുപ്പ് വ്യക്തമാക്കി. ഈ വർഷം തന്നെ മസ്ജിദിന്റെ നിർമ്മാണം ആരംഭിച്ച് 2025 ആകുമ്പോഴേക്കും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. It will start on end of this year 2023 and will end on 2025, quarter 1 2025. Actually the 3D printing period, it will take not more than 4 months, but you know that this building has to be completed with other services, so that will take a little bit longer. ബർദുബായിലായിരിക്കും മസ്ജിദ് നിർമ്മിക്കുക എങ്കിലും കൃത്യമായ സ്ഥലം പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സാങ്കേതിക വിദ്യകളുടെ പുത്തൻ സാധ്യതകളെ സധൈര്യം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും മതകാര്യ വകുപ്പ് അധികൃതർ പറഞ്ഞു. This is proud for Dubai that they have announced the first mosque in the world to be built on 3D. Yes, we are very excited to see it in the ground. And I believe you will see it soon on the breaking ground. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ബഹ്റൈനിൽ താമസ നിയമലംഘനം നടത്തിയ 5300 പ്രവാസികളെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. 2022 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കാണിത്.
ഇക്കാലയളവിൽ 7153 പരിശോധനകൾ നടത്തിയതായും LMRA അറിയിച്ചു. ഇതിലൂടെ കണ്ടെത്തിയ 731 ക്രിമിനൽ ലംഘനങ്ങൾ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. അവയിൽ തൊഴിലുടമകൾ നടത്തിയ 257 നിയമലംഘനങ്ങളും തൊഴിലാളികൾ ഉൾപ്പെടുന്ന 474 ലംഘനങ്ങളുമുണ്ട്. ഇതോടൊപ്പം 62 നിർബന്ധിത തൊഴിൽ കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയെന്നും LMRA അറിയിച്ചു. ലംഘകരിൽ നിന്നും 2,53,000 ദിനാർ പിഴ ഈടാക്കുകയും ചെയ്തു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയവുമായും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുമായും ഏകോപിപ്പിച്ച് നടത്തിയ പരിശോധനകൾ 2021 വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 33% വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പരിശോധനകൾ 66% വർദ്ധിച്ചതായും 116 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തിയതായും അതോറിറ്റി അറിയിച്ചു. ഇത്തരം പരിശോധനകൾക്ക് ഒത്തൊരുമയോടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രൈം ഡിറ്റക്ഷൻ, ഫോറൻസിക് എവിഡൻസ്, പോലീസ് ഡയറക്ടറേറ്റുകൾ, പബ്ലിക് പ്രോസിക്യൂഷൻ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയെ നയിക്കുന്ന ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തെ LMRA അഭിനന്ദിച്ചു. എല്ലാത്തരം മനുഷ്യക്കടത്തും നിർബന്ധിത ജോലിയും തടയുന്നതുൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ നടപടികളെ നേരിടുന്നതിലൂടെ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം സംരക്ഷിക്കപ്പെടുകയാണ് എന്നും LMRA അറിയിച്ചു. സമൂഹത്തെ സംരക്ഷിക്കുന്നതിനായി തൊഴിൽ വിപണിയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും പൊതുസമൂഹത്തോടും LMRA അഭ്യർത്ഥിച്ചു. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈൻ വഴി ഉംറ വിസ ലഭിക്കുന്നതിന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അനുമതി നൽകിയതായി കുവൈറ്റ് ഔഖഫ് മന്ത്രാലയം അറിയിച്ചു. ഇതനുസരിച്ച് ഇനി മുതൽ കുവൈറ്റിലെ പ്രവാസികൾക്കും ഉംറ നിർവഹിക്കുന്നതിന് നിബന്ധനകൾ പൂർത്തിയാക്കിയ ശേഷം ഓൺലൈൻ വഴി നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം. കുവൈറ്റിന് പുറമെ ബ്രിട്ടൻ, മലേഷ്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഉംറ നിർവഹിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. കുവൈറ്റിലെ ആശ്രിത വിസയിൽ 6 മാസത്തിലധികമായി രാജ്യത്തിന് പുറത്തു കഴിയുന്നവർക്ക് തിരികെ പ്രവേശിക്കുന്നതിന് ഇളവ് നൽകാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. സമയപരിധി ഈ മാസം 31 അവസാനിക്കാനിരിക്കെയാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇളവ് നൽകുന്നത്. ആർട്ടിക്കിൾ 22 വിസയിൽ കുവൈറ്റിന് പുറത്ത് പഠനം നടത്തുന്ന മക്കൾക്കും വിദേശത്ത് ചികിത്സയിൽ കഴിയുന്ന ആശ്രിത വിസയിലുള്ളവർക്കും ഇളവ് ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ പൊതുസമ്പർക്ക വിഭാഗം ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. അതാത് ഗവർണറേറ്റുകളിലെ താമസകാര്യ വിഭാഗം വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കുവൈറ്റിൽ ഏറ്റവും അധികം പേർ മരണമടയുന്നത് ഹൃദ്രോഗം മൂലമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊമോഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അബീർ അൽ ബഹ്വ വ്യക്തമാക്കി. ഫൈഹയിലെ അബ്ദുൾ റഹ്മാൻ അൽ അബ്ദുൾ മുഗ്നി ഹെൽത്ത് സെന്ററിൽ നടന്ന ക്രോണിക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രതിരോധ ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിട്ടുമാറാത്ത രോഗങ്ങളുടെ തീവ്രതയെക്കുറിച്ചും ഇതുമൂലമുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിനും അവ പരിഹരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. G20 ആരോഗ്യ പ്രവർത്തക സമിതി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഡിജിറ്റൽ ഹെൽത്ത്, തദ്ദേശീയ വാക്സിനുകൾ, മരുന്ന് ഗവേഷണങ്ങൾ, മെഡിക്കൽ ടൂറിസം തുടങ്ങിയവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. കേന്ദ്ര കുടുംബ ആരോഗ്യക്ഷേമ സഹമന്ത്രി ഡോക്ടർ ഭാരതി പ്രവീൺ പവാറും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്തു. G20 കൂട്ടായ്മയുടെ അധ്യക്ഷപദം ഇന്ത്യ ഏറ്റെടുത്ത ശേഷമുള്ള ആരോഗ്യ പ്രവർത്തക സമിതിയുടെ ആദ്യ യോഗമാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. 3 ദിവസമാണ് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. വാക്സിനുകൾ, ചികിത്സ, രോഗനിർണയം എന്നിവയിൽ സുരക്ഷിതവും ഫലപ്രദവും ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ പ്രതിരോധ നടപടികൾ, ഇവയുടെ അടിസ്ഥാനത്തിൽ ഔഷധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തൽ, സാർവത്രിക ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ ആരോഗ്യ നവീകരണവും പ്രതിവിധികളും തുടങ്ങിയ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചയാവുക. മഹാമാരി പ്രതിരോധം, തയ്യാറെടുപ്പ് എന്നിവയ്ക്കായി വൈവിധ്യമാർന്ന ബഹുമുഖ സഹകരണ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ. जैसे कोविड ने हमें सिखाया है कि हमारा प्रिपेयर्डनेस कितना मायने रखता है, हमारी हेल्थ केयर सिस्टम हो, तो उसमें भारत सरकार आगे आके काम भी कर रहे हैं और आज फार्मा सेक्टर में ज़्यादा ध्यान दिया जा रहा है और ग्लोबल लेवल पे भी इसकी बहुत अच्छी डिमांड भी है. ഏത് ആരോഗ്യ അടിയന്തരാവസ്ഥയും കൂട്ടായി നേരിടാൻ നാം പ്രാപ്തരാകണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. This is not happened just because of the Queen's decision. This state had social reformers like Srinarayana Guru, Chattambi Swamigal, Saint Chavara, El Kuriakos Elias, all these people who stressed on the point of education and health. തിരുവനന്തപുരത്തിന് പിന്നാലെ രണ്ടാമത്തെ യോഗം ഏപ്രിൽ 17 മുതൽ 19 വരെ ഗോവയിലും, മൂന്നാം യോഗം ജൂൺ 4 മുതൽ 6 വരെ ഹൈദരാബാദിലും, നാലാമത്തെ യോഗവും G20 ആരോഗ്യ മന്ത്രിതല യോഗവും ഓഗസ്റ്റ് 17, 18, 19 തീയതികളിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലും നടക്കും. 24 തിരുവനന്തപുരം. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. വടക്കുകിഴക്കൻ രാഷ്ട്രീയ അംഗത്തിന് കളമൊരുങ്ങി.
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. ത്രിപുരയിൽ ഫെബ്രുവരി 16-നും നാഗാലാൻഡിലും മേഘാലയയിലും 27-നും വോട്ടെടുപ്പ് നടക്കും. മാർച്ച് 2-നാണ് വോട്ടെണ്ണൽ. ജനുവരി 21-നാണ് ത്രിപുരയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഈ മാസം 30 വരെ നാമനിർദ്ദേശം നൽകാം. മേഘാലയയിലും നാഗാലാൻഡിലും ജനുവരി 30-ന് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 8 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. മാർച്ച് 2-നാണ് വോട്ടെണ്ണൽ. The term of legislative assemblies of the three states of Nagaland, Meghalaya and Tripura are respectively coming to an end on 12 मार्च, 15 मार्च, 22 मार्च. तीनों assemblies का जो term है वो इस दिन खत्म हो रहा है. The three states have 60 assembly constituencies each. ത്രിപുരയിലെ ആകെയുള്ള 60 അസംബ്ലി മണ്ഡലങ്ങളിൽ 20-ലും ഗോത്രവർഗ്ഗക്കാർക്കാണ് ആധിപത്യം. 2018-ലെ തെരഞ്ഞെടുപ്പിൽ BJP 33 സീറ്റുകൾ നേടി. ഇൻഡിജീനിയസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുര 4 സീറ്റുകളിലും കോൺഗ്രസ് 1 സീറ്റിലും വിജയിച്ചു. മേഘാലയയിൽ NPPക്ക് നിലവിൽ 20 സീറ്റുകളും PDF-നും BJPക്കും 2 സീറ്റുകളുമുണ്ട്. പ്രതിപക്ഷ നിരയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗബലം 9 ആണ്. നാഗാലാൻഡിൽ മുഖ്യമന്ത്രി നെഫ്യൂറിയോയുടെ പാർട്ടിയായ NBF-ന് 26-ഉം NDPPക്ക് 18-ഉം BJPക്ക് 12-ഉം NPPക്ക് 2-ഉം JDU-വിന് 1-ഉം സീറ്റുകളാണ് 2018-ൽ ലഭിച്ചത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തിനുള്ള തുടക്കമാണ് 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ആരംഭിക്കുന്നത്. BJPക്കും പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനും CPM-നും ഏറെ നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. ത്രിപുരയിൽ ബംഗാൾ ആവർത്തിക്കാതിരിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് CPIM. കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കളെല്ലാം BJPയിൽ ചേർന്ന സാഹചര്യത്തിൽ സഖ്യമുണ്ടായാൽ പോലും സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ത്രിപുരയിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. 4 വർഷത്തെ ഭരണം കൊണ്ടുതന്നെ വലിയ സർക്കാർ വിരുദ്ധ വികാരമുണ്ടായി. അതോടെ ഉണർന്നു പ്രവർത്തിച്ച ദേശീയ നേതൃത്വം ബിപ്ലബ് കുമാറിനെ മാറ്റി മണിക് സാഹയെ മുഖ്യമന്ത്രിയാക്കി. കഴിഞ്ഞ മെയ് മുതൽ കേന്ദ്ര പദ്ധതികൾ നിർബാധം ത്രിപുരയിലേക്ക് ഒഴുകുകയും ചെയ്തു. മടങ്ങിവരവിനുള്ള CPIM ആഗ്രഹത്തിന് മണിക് സാഹ സർക്കാരിന്റെ ഈ 1 വർഷത്തെ നേട്ടം മാത്രമല്ല തടസ്സം. ഗോത്രവർഗ വോട്ട് ലക്ഷ്യമിട്ട് നടക്കുന്ന വലിയ വംശീയ പ്രചാരണങ്ങളും പ്രതിബന്ധമാണ്. ഗോത്രവർഗ പാർട്ടിയായ IPFT BJPക്കൊപ്പമായിരുന്നു. രാജകുടുംബത്തിലെ പ്രദ്യുത് മാണിക്യ സ്ഥാപിച്ച തിപ്രമോദ പാർട്ടിയും ലക്ഷ്യമിടുന്നത് ഗോത്ര മുൻതൂക്കമുള്ള 20 സീറ്റുകൾ തന്നെയാണ്. IFTPയും മോദ പാർട്ടിയും കാടിളക്കി നടത്തുന്ന വംശീയ പ്രചാരണങ്ങളിൽ അപ്രസക്തരാകാതിരിക്കാൻ കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ് CPIM-ഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും. നേതൃനിര തന്നെ ഇല്ലാതായ കോൺഗ്രസുമായുള്ള സഖ്യം CPIM-ന് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിനും ഇതുവരെ വ്യക്തമായ ഉത്തരമില്ല. AICC ജനറൽ സെക്രട്ടറി അജയ് കുമാറും CPIM സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരിയും നടത്തിയ ചർച്ചകൾ കൊണ്ട് പ്രതിസന്ധിയുണ്ടായിരിക്കുന്നത് കേരളത്തിലെ CPIM-നും കോൺഗ്രസിനും മാത്രവുമാണ്. ന്യൂസ് ഡെസ്ക് 24. ലക്ഷദ്വീപിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 27-ന് നടക്കും. സിറ്റിംഗ് MP മുഹമ്മദ് ഫൈസലിനെ വധശ്രമ കേസിൽ 10 വർഷത്തെ തടവിന് ശിക്ഷിച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ്. മാർച്ച് 2-ന് വോട്ടെണ്ണൽ നടക്കും. 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സാഹചര്യത്തിലാണ് ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജോഷിമഠിൽ ആശങ്ക പടർത്തി കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ മാസം 23 മുതൽ 5 ദിവസം മഞ്ഞുവീഴ്ചയ്ക്കും മഴയ്ക്കും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. അതിനിടെ ഹിമാചൽ പ്രദേശിലും ഭൗമപ്രതിഭാസത്തിന്റെ ആഘാതം മൂലമുള്ള വിള്ളൽ കണ്ടെത്തി. ഭൗമപ്രതിഭാസത്തിന്റെ ആഘാതം അനുദിനം രൂക്ഷമാകുന്നതിനിടെയാണ് ഈ മാസം 23 മുതൽ 27 വരെ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും മഴയ്ക്കും സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഓലിയിൽ 6 അടി വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയെന്നും ജോഷിമഠിൽ 150 മില്ലിമീറ്റർ മഴ പെയ്തേക്കും എന്നുമാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ജനുവരി 23-ന് മുമ്പായി പരമാവധി പേരെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ജോഷിമഠിന് പിന്നാലെ ഹിമാചൽ പ്രദേശിലും ഭൂമി വിണ്ടുകീറൽ രൂക്ഷമാവുകയാണ്. ജരോത്ത ഗ്രാമത്തിൽ വീട് തകർന്നു. സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിക്ക് നിർദ്ദേശം നൽകി. ജോഷിമഠിൽ NTPC-ക്കെതിരായ പ്രക്ഷോഭം ശക്തമാക്കാൻ സംഘർഷ സമിതി തീരുമാനിച്ചു. NTPC should be उसको इसके लिए जिम्मेदार माना जाना चाहिए और उन पर जो है इसके लिए हर्जाना लगना चाहिए. तो जो उनके टोटल प्रोजेक्ट कॉस्ट है उसका डबल यानी 20,000 करोड़ रुपीस का जुर्माना हो जो जोशीमठ की जनता पर को दिया जाए, क्योंकि जोशीमठ जो है केवल जोशीमठ की जनता का भी नहीं है, ये तो जो है पूरे देश की पूरी दुनिया की धरोहर है जिसको इन्होंने नष्ट कर दिया. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കണ്ടെത്തിയ 4 ഇടങ്ങളിൽ ഒന്നായ ഢാക്കയിലെ സർക്കാർ IIT കെട്ടിടത്തിൽ വിള്ളൽ കണ്ടെത്തി. മാറ്റിപ്പാർപ്പിക്കാൻ സുരക്ഷിതമെന്ന് വിദഗ്ധർ കണ്ടെത്തിയ പ്രദേശത്തെ കെട്ടിടങ്ങളിൽ വിള്ളൽ കണ്ടത്
നാട്ടുകാരിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഠാക്കിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. തൃശൂർ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പ്രവീൺ റാണയെ നായകനാക്കി സിനിമയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ചോരൻ എന്ന സിനിമയുടെ സംവിധായകനായ ASI സാന്റോ തട്ടിലിനെയാണ് തൃശൂർ റേഞ്ച് DIG സസ്പെൻഡ് ചെയ്തത്. അതേസമയം പ്രവീൺ റാണയെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ സമർപ്പിക്കും. പ്രവീൺ റാണയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ റൂറൽ പോലീസ് PRO സാന്റോ തട്ടിലിനെ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വകുപ്പുതല അന്വേഷണത്തിന് ശേഷമാണ് തൃശൂർ റേഞ്ച് DIG സാന്റോയെ സസ്പെൻഡ് ചെയ്തത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമായി പ്രവർത്തിച്ചതിനും അനുമതിയില്ലാതെ സിനിമ എടുത്തതിനുമാണ് നടപടി. പ്രവീൺ റാണ നിർമ്മിച്ച് നായകനായി അഭിനയിച്ച ചോരൻ എന്ന സിനിമയാണ് സാന്റോ സംവിധാനം ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 14-ന് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലും ഇയാൾ പ്രവീൺ റാണയ്ക്കൊപ്പം പങ്കെടുത്തിരുന്നു. ഡിസംബറിൽ സിനിമ റിലീസ് ചെയ്തത് 100ഓളം കേന്ദ്രങ്ങളിലാണ്. അതേസമയം പ്രവീൺ റാണയ്ക്കെതിരെ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ 14 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. റിമാൻഡിലായ പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് കാട്ടി പാലക്കാട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെ തൃശൂർ അഡീഷണൽ ജില്ലാ കോടതി പ്രവീൺ റാണയുടെ ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. പ്രവീൺ റാണയെ ചോദ്യം ചെയ്യാൻ 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകുന്നത്. 24 തൃശൂർ. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾ പിടിക്കാൻ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപക നടപടി. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ അമിതഭാരം കയറ്റിയ 240 വാഹനങ്ങൾ പിടിച്ചു. 70 ലക്ഷത്തോളം രൂപയാണ് പിഴയായി ഈടാക്കിയത്. GST വെട്ടിപ്പ് നടത്തിയ 46 വാഹനങ്ങൾക്കെതിരെയും നടപടിയെടുത്തു. വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. ടിപ്പറുകളിലും ട്രക്കുകളിലും ലോറികളിലും പെർമിറ്റിന് വിരുദ്ധമായി അമിതഭാരം കയറ്റി വ്യാപക നിയമലംഘനം നടത്തുന്നുവെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച വിവരം. ക്വാറികളിൽ നിന്ന് അമിത അളവിൽ പാറകൾ കടത്തുന്നുവെന്നും നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിന്ന ചില ഉദ്യോഗസ്ഥർ ഓൺലൈനിലൂടെ പണം കൈപ്പറ്റുന്നുവെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. പരിശോധനയിൽ വിജിലൻസ് വ്യാപക നടപടിയെടുത്തു. അമിതഭാരം കയറ്റിയ 240 വാഹനങ്ങൾക്കാണ് പിഴ ഈടാക്കിയത്. പത്തനംതിട്ട ജില്ലയിൽ 43 വാഹനങ്ങളും മലപ്പുറത്ത് 20ഉം എറണാകുളത്ത് 19 വാഹനങ്ങൾ പിടികൂടി. മൈനിങ് ആൻഡ് ജിയോളജി പാസില്ലാത്ത 104 വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. GST വെട്ടിപ്പ് നടത്തിയ 46 വാഹനങ്ങളും പിടികൂടി. 70 ലക്ഷത്തോളം രൂപയാണ് പിഴയായി ഈടാക്കിയത്. പാലക്കാട് ജില്ലയിൽ 12 ലക്ഷം രൂപയും മലപ്പുറത്ത് 9 ലക്ഷം രൂപയും പിഴയായി ഈടാക്കി. കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിൽ കണ്ടെത്തിയത് ലക്ഷങ്ങളുടെ കോഴ ഇടപാടാണ്. തെള്ളകത്തെ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിൽ 3 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പ്രതിമാസം 3 ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങിയെന്നതിന് വിജിലൻസിന് തെളിവ് ലഭിച്ചു. ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്യും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാർ മുഖേനയുള്ള പണപ്പിരിവിനെ പറ്റി വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസ് തീരുമാനം. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.